ജാനു, ഞാൻ പുതിയ ഷർട്ടും പാന്റും വാങ്ങി. മെനിഞ്ഞാന്നല്ലേ 2 കൂട്ടം ഡ്രസ്സ് വാങ്ങി. ഞാൻ നിങ്ങളെ ലോണിന്റെ പൈസ അടക്കുവാൻ ബാങ്ക് പറഞ്ഞല്ലേ. അത് നമുക്ക് അടുത്ത മാസം കൂട്ടിയടക്ക. അടക്കല്ല തേങ്ങ. ഓ, നിങ്ങൾ ഈ ലോണ് കുടിശ്ശിക വരുത്തും തോന്നല്ലോ. എന്താണ് ജാനു പ്രശ്നോ? ബാങ്കിൽ അടക്കുവാനുള്ള പൈസ കൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങി മൂസക്ക. കടം വാങ്ങിയ പൈസ കയ്യിലുണ്ടായിട്ടു തിരിച്ചു കൊടുക്കാത്തത് വളരെ മോശ. കടമോ? ഇത് ഞാൻ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതല്ലേ. ലോൺ എടുക്കുന്നതും കടായിട്ട് തന്നെയല്ലേ. എന്നാലേ വേറൊരു ലോൺ എടുത്തിട്ട് ഈ ലോണ് തീർക്കാം. സഞ്ചി എടുത്ത് ചെന്നാലേ ലോൺ ഓല് പുയിങ്ങിത്തരും. ഈ ബാങ്കിൽ നിന്നല്ല, വേറെ ബാങ്കിൽ നിന്നല്ലേ ലോൺ എടുക്കുന്നേ. മണ്ടത്തരം പറയല്ലേ. സിബിൽ എക്യുഫാക്സ് തുടങ്ങി ക്രെഡിറ്റ് റേറ്റിംഗ് സ്കോർ ഉണ്ട്. നമ്മളൊരു ബാങ്കിൽ ലോണിന് പോയാലേ ആദ്യം നോക്കൂ നമ്മുടെ സ്കോർ എത്തിരി എന്നാണ്. നേരത്തെ ഏതെങ്കിലും ബാങ്കിൽ നിന്നെടുത്ത ലോണ് കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെങ്കിൽ സ്കോർ താഴ്പോകൂ. ബാങ്ക് നിശ്ചയിക്കുന്ന മിനിമം ക്രെഡിറ്റ് സ്കോർ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടൂ. ഉയ്യന്റെ അമ്മ, അപ്പൊ എന്റെ സ്കോർ എത്തിരിയായിരിക്കും ജാനു. 0-ലും താഴെ. സിബിൽ സ്കോർ കൂട്ടുക ഈ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം വരുന്നുണ്ടല്ലോ. അതൊക്കെ തട്ടിപ്പകളപ്പാ. അവനവന് ആവശ്യമുള്ള തിരിച്ചടക്കാൻ കഴിയുന്നത് മാത്രം വായ്പ എടുക്കുക. മാത്രമല്ല യാതൊരു വീഴ്ചയും വരുത്താതെ തിരിച്ചടിച്ചാലേ സിബിൽ സ്കോർ താനേ കൂടൂ. എടുക്കുന്ന ലോൺ എന്തിനു വേണ്ടിയാണോ എടുക്കുന്നത് അതിന് മാത്രം ഉപയോഗിക്കണം. അതായത് കൃഷിക്കാണെങ്കിൽ കൃഷിക്ക്, വീട് വെക്കുവാനാണെങ്കിൽ അതിന്, കച്ചവടത്തിനാണെങ്കിൽ അതിന്. വകമാറ്റി ചെലവഴിക്കുന്ന പരിപാടി ശരിയാവുമല്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കുടിശ്ശിക അടച്ചു തീർക്കാൻ നോക്ക്. എന്താ മൂന്നാളും കൂടി ഒരു ചർച്ച? ബാങ്ക് ലോണും തിരിച്ചടവും, അതാ ഇന്നത്തെ ചർച്ച. ആവൂ, തേടിയ വള്ളി കാലി ചുറ്റി. ഒരു ലോണിന്റെ കാര്യം ചോദിക്കാനേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു പുതിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങണമെന്നുണ്ട് മൂസക്ക. അതിനിപ്പോ ഏത് ലോണാ കിട്ടുക, എവിടുന്നാ കിട്ടുക? നീ MSME എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ. ഇതിന് ബാങ്കിൽ നിന്ന് മുദ്ര പോലുള്ള പ്രത്യേക വായ്പാ പദ്ധതികളുണ്ട്. കൂടാതെ MSME യൂണിറ്റുകൾക്ക് വ്യവസായ വകുപ്പ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഖാദി ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും സബ്സിഡി ലഭിക്കൂ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇതിന് മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. നിങ്ങളൊരു സംഭവമാണല്ലോ മൂസക്ക. എന്തായാലും ഞാൻ ആ വഴിയൊന്ന് നോക്കട്ടെ. ലോൺ എടുക്കുന്നതെല്ലാം കൊള്ളാം, എന്നെ പോലെ അടവ് മുടങ്ങരുത്, കെണിഞ്ഞു പോകും. ഞാൻ ഇന്ന് വരെ ലോൺ എടുത്തിട്ട് ഒരടവും മുടക്കിയിട്ടില്ല. ഇതെങ്ങനെ സാധിക്കുന്നു? സാമ്പത്തിക അച്ചടക്കോ എന്നൊന്നുണ്ട്. വരവറിഞ്ഞ് ചെലവ് ചെയ്യുക, അത്രേ ഉള്ളൂ. തിരിച്ചടവിന് വകയില്ലാതെ ലോൺ എടുക്കുന്നത് സാമ്പത്തിക അച്ചടക്കം ഇല്ലാതാക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ. അത് നമ്മളെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൊണ്ടുപോകും. പൊതുജന താൽപര്യാർത്ഥം നബാർഡ്.